കോഴിക്കോടിന്റെ നാടും നഗരവും പലവട്ടം ഓടിത്തീർത്ത ബാബുവേട്ടൻ ഇനി വിശ്രമത്തിലേക്ക്. ദേശത്തിന്റെ കഥകളും ആൾക്കാരുടെ പെരുമയും ഒരുപാട് പറയാനുണ്ട് പാലക്കണ്ടി ബാബു എന്ന ജിതേന്ദ്രന്. ഹലോ ബാബുവേട്ടാ, എവിടെയാ നിങ്ങള്? ഒരു ഓട്ടോ പോണോ, ഒന്ന് ഓഫീസിലേക്ക് വരുമോ? ശരി, ഞാൻ റെഡിയായി നിൽക്കാം. ബാബുവേട്ടാ, 50 വർഷമായില്ലേ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് നിർത്താൻ പോവാണല്ലേ? ആ വിശേഷം നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചാലോ? ഓക്കെ. 1975 ലാബ്രട്ട ഓട്ടോയിൽ തുടങ്ങിയതാണ് കാക്കിയിട്ട് സ്റ്റിയറിംഗും പിടിച്ചുള്ള യാത്ര. മുച്ചക്ര വണ്ടി പലതവണ മാറി, പിന്നിലിരുന്ന് കാഴ്ചകൾ കാണുന്നവരും. വൈക്കം മുഹമ്മദ് ബഷീറും SK പൊറ്റക്കാടും MDയും അങ്ങനെ നീളുന്നു പെരുമയുള്ളവരുടെ പട്ടിക. MT വാസുദേവൻ നായരെ ഞാൻ കുറേ പ്രാവശ്യം ഓട്ടോറിക്ഷയിൽ കൊണ്ട് ഇറക്കിയ വീട്ടിൽ കുറേ പ്രാവശ്യം എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത ആളാണ്. അപ്പോൾ MT വാസുദേവൻ നായർ കാറ് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ച് ഡ്രൈവറെ ചാൻസ് തരും. അങ്ങനെ കയറി, അങ്ങനെ കുറേ കാലം MT വാസുദേവൻ നായരെ കൂടി. അടിയന്തരാവസ്ഥയും രാഷ്ട്രീയ മാറ്റങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും പിന്നിടുന്നത് സംഭവ ബഹുലമായ 50 വർഷങ്ങൾ. റോഡിൽ പൊലിയുമായിരുന്ന എത്രയോ ജീവിതങ്ങളെ ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സുഖമില്ലാത്ത ആളെ കൊണ്ടുപോകണമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും വിചാരിച്ച് നിർത്തിയപ്പോൾ ഒന്നായിട്ട് മൂടി പൊതിച്ചിട്ടാണ് ആൾ നടത്തി കൊണ്ടുവരികയാണ്. പക്ഷെ അയാൾ കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. ഈ 2 കണ്ണ് ഒന്നായിട്ട് പൊതിച്ച് പക്ഷേ ചോര ചലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുണ്ടിലുണ്ട്. അപ്പം എനിക്കും വേണ്ടി ഇത് പകരുന്ന സൂക്കേടല്ലേ, എന്താ വേണ്ടാന്നറിയാൻ പറ്റുമോ? ഒരിടത്ത് വന്നില്ലേ. പണവും ആഭരണവും മറന്നുപോയവരെ തേടിയെത്തിക്കൊടുത്ത അനുഭവവും നിരവധി. കൊല്ലം 50 പിന്നിട്ട് കാക്കി വേഷം അഴിച്ചു വെക്കുമ്പോഴും കയ്യിൽ ഒന്നുമില്ല ബാബുവേട്ടന്. ഉള്ള വീടും പുരയിടവും കടം വീട്ടാൻ വിറ്റു. ബാക്കിയുള്ള പണം കൊണ്ട് സ്വസ്ഥമായി അന്തിയുറങ്ങാൻ ഒരിടം നോക്കുകയാണ് ചരിത്രത്തിലൂടെ യാത്ര തുടർന്ന ഈ മനുഷ്യൻ. ജനം, കോഴിക്കോട്.